Alhamdulillahi Rabbil Alameen. Wassalatu wassalamu ala Sayyidil Mursaleen wa ala alihi wa sahbihi ajma'in. Fa inna khayral kalami kalamullah wa khayral hadi hadi Muhammadin sallallahu alaihi wasallam. Wa sharral umuri muhdathatuha wa kullu muhdathatin bid'ah. Bismillahi alayka tawakkalna wa ilayka anabna wa ilaykal masir. إياك نعبد وإياك نستعين حسبنا الله ونعم الوكيل ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم മുസ്ലിം ഉമ്മത്തിൻ്റെ മഹാനായ നേതാവ്, നമ്മുടെയൊക്കെ വഴികാട്ടി, ഏറ്റവും വലിയ ഗുണകാംക്ഷിയുമായ ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ അവർകളെ, മറ്റു സയ്യിദുമാരെ, മഹാന്മാരായ പണ്ഡിതന്മാരെ, വേഷവിധാനത്തിലെ ഇസ്ലാമിക മാനം എന്നതാണ് വിഷയം. എനിക്ക് പറയാനുള്ളത്, ഇന്നത്തെ പ്രസംഗം കേൾക്കുന്ന ആളുകൾ നാളത്തെ പ്രസംഗവും കേൾക്കണം. ഇത് പരസ്പര പൂരകമായ ഒരു വിഷയമാണ്. നാളത്തെ വിഷയം വീട്ടുമര്യാദകൾ എന്നാണ്. അതും ഹിജാബുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയാണ്. അപ്പം ഇന്നത്തെ വിഷയം കേൾക്കുന്ന ആളുകൾ നിർബന്ധമായും നാളത്തെ വിഷയം കേൾക്കണം. അഥവാ ആർക്കെങ്കിലും കഴിഞ്ഞിട്ടില്ല എങ്കിൽ അവർ കാസറ്റ് നിർബന്ധമായും കേട്ടിരിക്കണം. ഒന്ന്. രണ്ട്, ഇന്ന് പരിപാടിക്ക് വരാത്ത ആളുകൾ നാളെ വരുന്ന ആളുകളും ഇന്നത്തെ പരിപാടി കേട്ടിരിക്കണം. ഇത് പരസ്പരം പൂരകമായ വിഷയമാണ്. അതുകൊണ്ടാണ് ഹിജാബ്, വസ്ത്രം, വേഷം, കുടുംബം, വീട്ടുമര്യാദ തമ്മിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എല്ലാവരും ശ്രദ്ധിക്കണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫബിമാ അഗ്വൈതനി لأقعدن لهم صراطك المستقيم ثم لآتينهم من بين أيديهم ومن خلفهم وعن أيمانهم وعن شمائلهم ولا تجد أكثرهم شاكرين. ഈ വിഷയം പറയുമ്പോൾ പ്രധാനമായി പറയേണ്ടത് മനുഷ്യന്റെ ശത്രു ആര് എന്നതാണ്. മനുഷ്യന്റെ ശത്രു ആരാണ്? വളരെ ചിന്തിക്കണം. വേഷവിധാനത്തിലെ ഇസ്ലാമിക മാനം, വേഷവിധാനത്തെ പൊളിച്ചു കളയുന്നത് പിശാചാകുന്നു. ലഅനത്തുല്ലാഹി അലൈഹി. വേഷവിധാനങ്ങളെ സൂക്ഷിക്കാതെയാക്കുന്നതിന്റെ പിന്നിൽ പിശാചാണ്. ലഅനത്തുല്ലാഹി അലൈഹി. ഇങ്ങോട്ട് നോക്കൂ, അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇബ്ലീസ് ലഅനത്തുല്ലാഹി. വേഷം വിധാനം എന്ന് പറയുമ്പോൾ ഓർമ്മ വരേണ്ട ഒരാളുണ്ട്, ഇബ്ലീസ് ലഅനത്തുല്ലാഹി. കാരണം വേഷത്തൂടെയാണ് അയാളുടെ രംഗപ്രവേശം. പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇബ്ലീസ് ചെയ്ത ആദ്യത്തെ തിന്മ അല്ലാഹു പറയുന്നു. ഇബ്ലീസ് എന്നോട് ഒഴിവാകവേ പറഞ്ഞു, എൻ്റെ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകവേ പറഞ്ഞു. ഫബിമാ അഗ്വൈതനി ലഅഖുദന്ന ലഹും സിറാതകൽ മുസ്തഖീം. അവരുടെ എല്ലാ നീ എന്നെ ഓടിക്കുന്നു, നീ എന്നെ ഒഴിവാക്കി വിടുന്നു എന്ന കാരണത്താൽ ലഅഖുദന്ന ലഹും സിറാതകൽ മുസ്തഖീം. മനുഷ്യരുടെ എല്ലാ വഴിയിലും ഞാൻ ഇരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. എല്ലാ നല്ല വഴിയിലും ഞാൻ ഇരിക്കും.
എവിടെ ഇരിക്കും. ثم لآتينهم പിന്നെ ഞാൻ മനുഷ്യരെ സമീപിക്കും മിൻ ബൈനി ഐദീഹിം അവരെ മുന്നിലൂടെയും മിൻ ഖൽഫിഹിം പിന്നിലൂടെയും വഅൻ ഐമാനിഹിം വഅൻ ശമാഇലിഹിം അവരുടെ വലഭാഗത്തൂടെയും അവരെ ഇടഭാഗത്തൂടെയും. പ്രധാനപ്പെട്ട 4 ഭാഗങ്ങൾ പറഞ്ഞു എന്ന് മാത്രം, എല്ലാ ഭാഗത്തൂടെയും എന്നാണ് അർത്ഥം. പ്രധാനപ്പെട്ട 4 ഭാഗങ്ങൾ പറഞ്ഞു, എല്ലാ ഭാഗവും ഉണ്ട്. ഫബിമാ ഗുവൈതനി ലഅഖുദന്ന ലഹും സിറാതകൽ മുസ്തഖീം ثم لآتينهم من بين أيديهم ومن خلفهم وعن أيمانهم وعن شمائلهم ولا تجد أكثرهم شاكرين. അധികരിച്ച ആളുകളെയും നിനക്ക് നന്ദി ചെയ്യാൻ ഞാൻ സമ്മതിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടാണ് പിശാച് അള്ളാഹുവിന്റെ സദസ്സിൽ നിന്ന് ഇറങ്ങിപ്പോന്നിരിക്കുന്നത്. സൂറത്തുൽ അഅറാഫ് 16-17 അള്ളാഹു പറയും, എങ്ങനെങ്കിലും മനുഷ്യനെ ഞാൻ പിഴപ്പിക്കും, മനുഷ്യന്റെ എല്ലാ വഴിയിലൂടെയും കയറും, മനുഷ്യന്റെ എല്ലാ ഭാഗങ്ങളിലൂടെയും കയറും, മുന്നേ പിന്നെ വലത് ഇടത്, അതായത് മൊത്തം ഭാഗങ്ങളിലൂടെ കയറിപ്പോകും. എന്നിട്ട് വലാ തജിദു അക്സറഹും ശാകിരീൻ, ഒരിക്കലും അല്ലാഹുവേ നിനക്ക് നന്ദി ചെയ്യാൻ ഞാൻ ഒരാളെയും സമ്മതിക്കുകയില്ല എന്ന് പിശാച് ലഅനത്തുള്ളാഹി. ഇതാണല്ലോ നരകത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോവരെ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്. വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ അലം അഅഹദ് ഇലൈക്കും യാ ബനീ ആദം അല്ലാ തഅബുദുശ് ശൈത്വാൻ ഇന്നഹു ലക്കും അദുവ്വും മുബീൻ വഅൻ അഅ്ബുദൂനി ഹദാ സിറാത്തും മുസ്തഖീം വലഖദ് അളല്ല മിൻകും ജിബില്ലൻ കസീറാ فلم تكونوا تعقلون هذه جهنم التي كنتم توعدون اصلوها اليوم بما كنتم تكفرون اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. إذا قلب القرآن ഇത് വസിയത്തു ഖൽബിൽ ഖുർആൻ, ഖുർആന്റെ ഹൃദയമാണ് യാസീൻ. യാസീൻ അല്ലാഹു ആകെ നിങ്ങളോട് പറഞ്ഞത്, നമ്മോട് പറഞ്ഞത്, മനുഷ്യരെ ഇബ്ലീസിനെ സൂക്ഷിക്കണം, അവൻ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവാണ് എന്ന്. അംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മഹ്ശറ കൂടിയാൽ നല്ലവരെയും മോശപ്പെട്ടവരെയും അല്ലാഹു വേറിട്ട് നിർത്തും. അല്ലാഹു തആല നല്ലവരുടെ കൂട്ടത്തിൽ നമ്മൾ പെടുത്തുമാറാകട്ടെ. മീൻ പറയും അള്ളാഹു പെടുത്തുമാറാകട്ടെ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, കൂട്ടം കൂട്ടമായി, വേറെ കൂട്ടം വേറെ കൂട്ടം, നല്ലൊരു കൂട്ടം മോശപ്പെട്ടവരെ കൂട്ടം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒന്ന് എല്ലാത്തിനും ഇമാമുമാരും അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഹബീബായ നബി പറഞ്ഞത് ഫിർഔനെയും ഹാമാനെയും നമ്രൂദിനെയും ഒക്കെ പറഞ്ഞ ദുആത്തുൻ ഇലാ ജഹന്നം, നരകത്തിലേക്കുള്ള പ്രബോധകന്മാർ. നരകത്തിലേക്കും പ്രബോധകന്മാരുണ്ട്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ചിന്തിക്കുക, അവിടെ പറയുന്നുണ്ട് ഒന്ന് മാറി നിൽക്കൂ, ഒന്ന് മാറി നിൽക്കൂ എന്ന് അക്രമികളോട് പറയും. എന്നിട്ട് അവരോട് പറയും അലം അഅഹദ് ഇലൈക്കും, ഞാൻ നിങ്ങൾക്ക് പല ഒരു പറഞ്ഞു തന്നില്ലയോ. മറക്കാൻ കഴിയാത്ത രൂപത്തിൽ പറഞ്ഞു കൊടുക്കലിനാണ് അഹദ് എന്ന് പറയാം, അല്ലെങ്കിൽ കൗല് എന്ന് പറയാം. മനസ്സിലായില്ല? അഹദ് എന്ന് പറഞ്ഞാൽ കരാറാ. കരാർ എന്നാൽ ഒരിക്കലും അത് മറക്കാൻ പിന്നെ ചാൻസ് ഇല്ല. അത് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് 1.25 ലക്ഷം അമ്പിയാക്കന്മാർ വന്നത്. ഈ കരാറിനെ ഓർമ്മപ്പെടുത്താൻ, ഇവങ്ങളെ ശത്രുവാണ്, ഇവന്റെ പിന്നാലെ പോകരുത് എന്ന് പറയാൻ വേണ്ടി 1.25 ലക്ഷം പ്രബോധകന്മാർ. അതിനാണ് പിന്നെയും 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 ഓർമ്മപ്പെടുത്തിയത്, പിന്നെയും പിന്നെയും ഓർമ്മപ്പെടുത്തി. فإذا قرأت القرآن فاستعذ بالله من الشيطان الرجيم. ഏറ്റവും അമൂല്യമായ വിജ്ഞാനമാണല്ലേ ഖുർആൻ. ആ ഖുർആൻ ഓടുമ്പോൾ പോലും നിങ്ങൾ ആരെ ഓർക്കണം? പിശാചിനെ ഓർക്കുകയും അവനെ ഒഴിവാക്കുകയും വേണം. അവൻ നിങ്ങളുടെ ശത്രുവാണ്. നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതാണ് അലം അഅഹദ് ഇലൈക്കും യാ ബനി ആദം അല്ലാ തഅബുദു ശൈത്വാൻ, പിശാചിന്റെ പിന്നാലെ നിങ്ങൾ പോകരുത്. ഇന്നഹു ലക്കും,
അദുവ്വും മുബീൻ. അവൻ നിങ്ങൾക്ക് ഏറ്റവും വലിയ ശത്രുവാണ് എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ഖൽബുൽ ഖുർആൻ സൂറത്തു യാസീൻ. ഇത് പറഞ്ഞിട്ടാണ് ഖുർആൻ അവസാനിച്ചത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് الذي يوسوس في صدور الناس من الجنة والناس. അല്ലാഹു അവനെ തൊട്ട് നമ്മെ കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു അവനെ തൊട്ട് നമ്മെ കാത്തിരക്ഷിക്കട്ടെ. ശ്രദ്ധിക്കണേ എൻ്റെ മോത്തേക്കനെ നോക്കണേ. ശ്രദ്ധിക്കണേ, ഗൗരവമുള്ള വിഷയം. പിശാചിന്റെ വസ്വാസ് കാക്കണമെന്നാണ് പറഞ്ഞുകൊണ്ടാണ് ഖുർആൻ അവസാനിപ്പിക്കുന്നത്. മനസ്സിലായില്ലേ? പിശാചിന്റെ വസ്വാസ് നിങ്ങൾ കാക്കണേ എന്ന് പറഞ്ഞിട്ടാണ് ഖുർആൻ. എന്താ പിശാചിന്റെ ഏറ്റവും വലിയ വസ്വാസ്? ഒരാൾ ആദ്യം ചെയ്ത വസ്വാസാണല്ലോ ഏറ്റവും വലിയ വസ്വാസ്. അതിനു വേണ്ടിയല്ലേ അയാൾ രംഗപ്രവേശം ചെയ്തത് എന്നാ കേട്ടോളൂ. പിശാചിന്റെ വസ്വാസ് എപ്പോഴും നിങ്ങൾ സൂക്ഷിക്കണേ എന്നാണ് പറഞ്ഞിട്ട് ആ ഖുർആൻ അവസാനിപ്പിച്ചത്. പിശാചിന്റെ ആദ്യത്തെ വസ്വാസ്, മനുഷ്യകുലത്തോട് പിശാച് ചെയ്ത ആദ്യത്തെ വസ്വാസ്, ഫവസ്വസ ലഹുമുശ് ശൈത്വാൻ ليبدي لهما ما وري عنهما من سوآتهما قال ما نهاكما ربكما عن هذه الشجرة إلا أن تكونا ملكين أو تكونا من الخالدين وقاسمهما إني لكما من الناصحين فدلهما بغرور فلما ذاقا الشجرة بدت لهما سوآتهما وتخفقا يخصفان عليهما من ورق الجنة وناداهما ربهما ألم أنهاكما عن تلكما الشجرة وأقل لكما إن الشيطان لكما عدو مبين قالا ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. എല്ലാവരും ചിന്തിക്കണം. ഇന്നത്തെ വിഷയം പഠിക്കുമ്പോൾ ആദ്യം ഇത് പഠിക്കണം. പിശാച് മനുഷ്യരിൽ ഇടപെട്ട ആദ്യത്തെ വിഷയം മനുഷ്യന്റെ ഔറത്ത് വെളിവാക്കലായിരുന്നു. ആദ്യം പിശാച് എടുത്ത പണിയാണ്. ഔറത്ത് വെളിവാക്കിയ ആളുകൾക്ക് പിന്നെ സ്വർഗത്തിൽ ഇരിക്കാൻ കഴിയില്ല എന്ന വിജ്ഞാനം ആർക്കുണ്ടായിരുന്നു? ഇബ്ലീസിനുണ്ടായിരുന്നു. ലഅനത്തുല്ലാഹി അലൈഹി. ഈ മരത്തിൽ നിന്ന് കഴിച്ച ആളുകളുടെ ഔറത്ത് വെളിവാകും എന്ന ബോധവും എന്ന വിവരവും ഇബ്ലീസിനുണ്ടായിരുന്നു. ലഅനത്തുല്ലാഹി അലൈഹി. അല്ലാതെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കുറച്ച് വൈറ്റമിൻ കൂടി കയറ്റുക, കുറച്ച് ഫ്രൂട്ട്സ് തീറ്റ എന്നൊന്നും അല്ലല്ലോ ആരുടെ താല്പര്യം? ഇബ്ലീസിന്റെ. ലഅനത്തുല്ലാഹി അലൈഹി. ശരി, ഇങ്ങോട്ട് എൻ്റെ പിന്നാലെ തന്നെ വരണേ, എൻ്റെ പിന്നാലെ വരണേ. ഖുർആൻ പറഞ്ഞ അവസാനത്തെ വാക്കാണ് ഇവിടെ വിഷയം. മനുഷ്യനോട് അല്ലാഹു പറയുന്നത് നിങ്ങൾ പിശാചിന്റെ വസ്വാസ് കാക്കണമേ എന്നാണ്. എന്റെ വസ്വാസ് കാക്കണേ എന്ന് പറഞ്ഞത് ആദ്യമായി അവൻ നിങ്ങളെ ഇടപെട്ട വിഷയം വസ്വാസാണ്. ഫവസ്വസ ലഹുമുശ് ശൈത്വാൻ. അവർ നല്ല നിലയിൽ സ്വർഗത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കവേ അവരെ അരികിൽ വന്ന് വസ്വാസ് ഉണ്ടാക്കി പിശാച്. എന്തിനു വേണ്ടി? തെറ്റണ്ട, കണ്ണ് തെറ്റണ്ട, അങ്ങോട്ട് തന്നെ നോക്കി. എന്തിനു വേണ്ടി? ലിയുബ്ദിയ ലഹുമാ മാ ഉരിയ അൻഹുമാ മിൻ സൗആതിഹിമാ. അവരുടെ മറക്കപ്പെട്ട നാണം പ്രത്യക്ഷമാക്കാൻ വേണ്ടി. അവരുടെ മറക്കപ്പെട്ട നാണം, അവരുടെ മറക്കപ്പെട്ട ഗുഹ്യസ്ഥാനം പ്രത്യക്ഷമാക്കാൻ വേണ്ടി. ലഅനത്തുല്ലാഹി അലൈഹി. ആദ്യം എടുത്ത പണി അതാ. ഔറത്തിനെ ഒഴിവാക്കലാണ് ആദ്യം. ഔറത്തിന് എവിടെയൊക്കെ വീണ്ടും ശ്രദ്ധിക്കുക. ഔറത്ത് മറക്കുന്ന കാര്യത്തെ ഒഴിവാക്കലായിരുന്നു അവൻ ആദ്യം ചെയ്തത്. ശ്രദ്ധിക്കണം. ഫവസ്വസ ലഹുമുശ് ശൈത്വാൻ ലിയുബ്ദിയ ലഹുമാ മാ ഉരിയ അൻഹുമാ മിൻ സൗആതിഹിമാ. അവരെ രണ്ടാളുടെയും ഔറത്ത് വെളിവാക്കലായിരുന്നു അവന്റെ താല്പര്യം. ശ്രദ്ധിക്കണം. മാ ഉരിയ അൻഹുമാ മറക്കപ്പെട്ട വസ്തുവിനെ വെളിവാക്കലായിരുന്നു അവന്റെ താല്പര്യം. മിൻ സൗആതിഹിമാ മറക്കേണ്ട അവരുടെ ഗുഹ്യാവയവങ്ങളിൽ നിന്ന് അത് വെളിവാക്കലായിരുന്നു അവന്റെ താല്പര്യം. കാല
അവൻ പറഞ്ഞു, ശ്രദ്ധിക്കണേ, മാനഹാകുമാ റബ്ബുകുമാ അൻ ഹാദിഹി ശജറ, ഈ മരത്തെ തൊട്ട് അല്ലാഹു നിങ്ങളെ വിരോധിച്ചിട്ടില്ല. ഇല്ലാ അൻ തകൂനാ മലകൈൻ ഔ തകൂനാ മിനൽ ഖാലിദീൻ. ഇതിന് കഴിച്ചാൽ നിങ്ങൾ ഔറത്ത് വെളിവാക്കണം എന്നല്ല അവൻ വന്ന് പറഞ്ഞത്. നല്ല വാക്ക് പറഞ്ഞു. ഈ മരത്തിൽ നിന്ന് കഴിക്കരുത് എന്ന് നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ മലക്കാകരുത് എന്ന് പേടിച്ചിട്ടാണ്. ഔ തകൂനാ മിനൽ ഖാലിദീന, അല്ലെങ്കിൽ എന്നും നിങ്ങൾ ഇവിടെ പാർക്കുമോ എന്ന് പേടിച്ചിട്ടാണ്. അതുകൊണ്ടാണ് അല്ലാഹു നിങ്ങളെ അവിടെ അങ്ങനെ പറഞ്ഞത്. വഖാസമൗമാ, ശരിക്കും വഖാസമൗമാ, അവർ രണ്ടാളോട് ഇബ്ലീസ് സത്യം ചെയ്യുകയും ചെയ്തു. ഇന്നി ലകുമാ മിനന്നാസിഹീൻ, ഞങ്ങൾക്ക് നല്ലതുണ്ടായിക്കോട്ടെ എന്ന് പറയാണ്. നിങ്ങൾ ഈ പഴം കഴിച്ച് എൻഡോൾസൽഫാനൊക്കെ കയറ്റിയിട്ട് ചത്തു പോയിക്കോട്ടെ എന്നൊന്നും എൻ്റെ അടുത്തില്ല. എൻ്റെ അടുത്തുള്ളത് നിങ്ങൾ എൻഡോൾസൽഫാനൊന്നും അടിക്കാത്ത കാലത്തുള്ള സാധനമാണത്. നിങ്ങളോട് ഞാനിത് പറയുന്നത് മറ്റൊന്നും ഉണ്ടായിട്ടല്ല. ഇത് കഴിച്ചാൽ നിങ്ങൾ മലക്കാവുകയോ നിങ്ങൾ എന്നും ഇവിടെ പാർക്കുകയോ ചെയ്യുമെന്ന് അള്ളാഹ്ക്ക് ഭയമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളോട് ഇത് കഴിക്കരുത് എന്ന് പറഞ്ഞത്. ഞാൻ നിങ്ങൾക്ക് വേണമെന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ നല്ലത് പറയാണ്, ഞാൻ നിങ്ങളോട് സത്യം ചെയ്ത് പറയുന്നു എന്നും ഇബ്ലീസ് പറഞ്ഞു. ശ്രദ്ധിക്കണേ, അടുത്തായിട്ട് ഫബദ്ദല്ലാഹുമാ, അവരത് കഴിച്ചു. അത് കാരണം ഫദല്ലാഹുമാ ബിഗുറൂരിൻ, ഒരു വഞ്ചനയിലൂടെ ഇബ്ലീസ് അവർ രണ്ടാളെയും താഴോട്ടിറക്കി. ഏതായിരുന്നു വഞ്ചന? എങ്ങനെയെങ്കിലും ഇവരുടെ ഔറത്തൊന്ന് വെളിവാക്കുക. ഔറത്ത് വെളിവാക്കുന്ന ആളുകൾക്ക് പിന്നെ സ്വർഗ്ഗമില്ല, ഒരിക്കലുമില്ല. ഇല്ല, സ്വർഗത്തിൽ മുഅ്മിനീങ്ങൾ ഔറത്ത് മറക്കുന്നവരാണ്. അങ്ങനെയല്ല. ഇന്നൽ അബ്റാറ യശ്റബൂന മിൻ കസ് കാന മിസാജുഹാ കഫൂറ ഐന യശ്റബു ബിഹാ ഇബാദുല്ലാഹ് യുഫജ്ജിറൂനഹാ തഫ്ജീറ يوفون بالنذر ويخافون يوما كان شره مستطيرا ويطعمون الطعام على حبه مسكينا ويتيما وأسيرا إنما نطعمكم لوجه الله لا نريد منكم جزاء ولا شكورا إنا نخاف من ربنا يوما عبوسا قمطريرا فوقاهم الله شر ذلك اليوم ولقاهم نظرة وسرورا وجزاهم بما صبروا جنة وحريرا. പട്ടുവസ്ത്രം കൊടുക്കും. അങ്ങനെയല്ലേ പറഞ്ഞു. അലിഹും സിയാബു സുന്ദുസ് ഖുദറും വഇസ്തബറക്, മനോഹരമായ പച്ചയായ കട്ടിപ്പട്ടുകൾ കൊടുക്കും. അല്ലാഹു തആല അതൊക്കെ വാങ്ങാൻ തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അവ്വലുമൻ യുക്സാ മിൻ ഹുലലിൽ ജന്നത്തി യൗമൽ ഖിയാമ അൽ ഖലീലു ഇബ്രാഹിം, ആദ്യമായി സ്വർഗ്ഗത്തിൽ വസ്ത്രം ലഭിക്കുന്നത് സയ്യിദ്ന ഇബ്രാഹിം. ശ്രദ്ധിക്കണം, അപ്പോൾ വസ്ത്രം ഉണ്ടാവും. ഒരിക്കലും ഔറത്ത് വെളിവാക്കുന്ന പരിപാടി സ്വർഗത്തിൽ ഇല്ല. ശ്രദ്ധിക്കണം. ഔറത്ത് വെളിവാക്കി നടന്നവർക്കും എന്നോട് ഒക്കെ പറയാ, ഔറത്ത് വെളിവാക്കി നടന്നവർക്കും ഇങ്ങോട്ട് പറഞ്ഞേക്ക്. ഔറത്ത് വെളിവാക്കി സ്വർഗത്തിലെ ഔറത്ത് വെളിവാക്കുന്ന പരിപാടിയില്ല. ഔറത്ത് വെളിവാക്കി നടക്കുന്ന ആളുകൾക്ക് സ്വർഗം ഇല്ല. നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. ഇതാണ് വിഷയം. എന്നിട്ടോ ഒരു വഞ്ചനയിലൂടെ അവരെ പുറത്താക്കി. ആ മരത്തിൽ നിന്ന് അവർ കഴിച്ചപ്പോൾ അവരുടെ നാണം വെളിവായി. ഉടനെ അവർ സ്വർഗത്തിന്റെ ഇലകൾ എടുത്തിട്ട് ഇങ്ങനെ നാണം മറക്കാൻ തുടങ്ങി. وناداهما ربهما ألم أنهاكما عن تلكما الشجرة وأقل لكما إن الشيطان لكما عدو مبين. അത് കഴിക്കരുത്, അത് കഴിച്ചാൽ നിങ്ങൾക്ക് നാശം ഉണ്ടാവും, നിങ്ങൾ ഔറത്ത് വെളിവാകും, കഴിക്കരുത് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? ഇനി നോക്കി നിൽക്കണ്ട, താഴത്തിറങ്ങിക്കോളൂ എന്ന് അല്ലാഹു പറഞ്ഞു. ഒരു പ്രാവശ്യം ഔറത്ത് വെളിവായതിന് ഉറങ്ങുന്നുണ്ടോ? ഒരു പ്രാവശ്യം ഇങ്ങോട്ട് പറഞ്ഞേക്ക്. ഒരു പ്രാവശ്യം ഔറത്ത് വെളിവായതിന് സ്വർഗം ആദം നബിക്ക് മുടങ്ങിയെങ്കിൽ സയ്യിദ്ന ആദം
അല്ലാഹു തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സൃഷ്ടിയല്ലേ സയ്യിദുനാ ആദം. മഗ്ഫൂറാക്കുകയാണെങ്കിൽ ഈ വിഷയം ഒഴിവാക്കി കൊടുക്കേണ്ടത് ആർക്കല്ലേ? സയ്യിദുനാ ആദം അല്ലേ? അല്ലേ? നിങ്ങൾ ചിന്തിക്കുക, അവിടെ നിന്ന് വെച്ച് ആലോചിക്കുക. ആയത്തോതിക്കാൻ പോടണ്ട. എന്താ അവിടെ പറഞ്ഞത്? ഒരു പ്രാവശ്യം ഒരൊറ്റ പ്രാവശ്യം അല്ലേ? അങ്ങനെയല്ലേ? അപ്പോഴത്തിന് വെളിവായപ്പോഴത്തിന് വേഗം അവരെന്ത് ചെയ്തു? സ്വർഗത്തിന്റെ ഇല എടുത്ത് വേഗം നാണം മറിച്ചു. വേഗം അവർ ചെയ്തു. ഒറ്റ വട്ടേ ഉള്ളൂ. പക്ഷേ ഇനി ഇവിടെ നിൽക്കരുത്, ഉടനെ പുറത്തു പോകണമെന്ന് അള്ളാഹു അവരോട് പറയുകയും ചെയ്തു. നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ചിന്തിച്ചോളൂ, ആണുങ്ങളെ പെണ്ണുങ്ങളെ നല്ലോണം ചിന്തിച്ചോളൂ. ഒരുപക്ഷെ നമ്മളെ ക്ലാസ്സിന് മറ്റന്നാൾ മുതൽ ആൾ കമ്മിയാകാം, എന്നാലും വേണ്ടില്ല. പെണ്ണുങ്ങൾ കുറയാൻ സാധ്യതയുണ്ട്, എന്നാലും വേണ്ടില്ല. അതൊന്നുമല്ല വിഷയം. ക്ലാസ്സിന് വരലും വരാതിരിക്കലും സംഭാവന കൊടുക്കലും ഒന്നല്ല വിഷയം. അതൊക്കെ ന്യാലുണ്ടാവും. ഇത് നിങ്ങൾ കേൾക്കണം. നാളെയും കൂടി വരണം. മറ്റന്നാൾ വന്നോളൊന്നുമില്ല, നാളെയും കൂടി വരണം, നിർബന്ധം. ഇത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. നോക്കൂ നിങ്ങൾ, ഒരേ ഒരു തവണ സയ്യിദുനാ ആദം. ആരാണ് സയ്യിദുനാ ആദം? വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ. അല്ലാഹു എല്ലാ വിജ്ഞാനങ്ങളും പഠിപ്പിച്ച ആളാണ് സയ്യിദുനാ ആദം. പിന്നാരാ സയ്യിദുനാ ആദം? മുഖറബായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അടക്കമുള്ള കോടി മലക്കുകളോട് ഈ മനുഷ്യന്റെ മുന്നിൽ സുജൂദ് ചെയ്യൂ എന്ന് പറയപ്പെട്ട ആളാണ് സയ്യിദുനാ ആദം. കോടി മനുഷ്യരുടെ ബാപ്പയാണ് സയ്യിദുനാ ആദം. എല്ലാ മനുഷ്യരുടെയും നന്മയുടെ ഒരു അംശം എത്തിച്ചേരുന്ന ആളാണ് സയ്യിദുനാ ആദം. കുല്ലുക്കും മിൻ ആദമ വ ആദമു മിൻ തുറാബ് എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ശ്രദ്ധിക്കുക, ഒരൊറ്റ തവണ ഔറത്ത് വെളിവാക്കി എന്നതിന്റെ പേരിൽ സയ്യിദുനാ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് ഒരു തവണ ഔറത്ത് വെളിവാക്കി എന്നതിന്റെ പേരിൽ സ്വർഗം നഷ്ടപ്പെട്ടെങ്കിൽ ഇന്നത്തെ സ്ത്രീ പുരുഷന്മാർക്ക് അള്ളാഹുവിന്റെ സ്വർഗം ലഭിക്കുമോ എന്ന് ഗൗരവപൂർവേണ നാം ഒന്ന് ചിന്തിക്കണം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ടാണ് അല്ലാഹുമ്മ സ്തുർ റൗആതി, അല്ലാഹുമ്മ സ്തുർ ഔറാതി വഅമിൻ റൗആതി. ഒന്ന് പറയ്, അല്ലാഹുമ്മ സ്തുർ ഔറാതി വഅമിൻ റൗആതി, അല്ലാഹുമ്മ സ്തുർ ഔറാതി വആമിൻ റൗആതി. ഹബീബായ റസൂലുള്ളാഹിന്റെ നിത്യമായ ദുആ, അല്ലാഹുമ്മ സ്തുർ ഔറാതി വആമിൻ റൗആതി, അല്ലാഹുമ്മ സ്തുർ ഔറാതി. അല്ലാഹുവേ, എൻ്റെ ഔറത്തുകളെ എപ്പോഴും നീ മറപ്പിക്കണമേ. വഅമിൻ റൗആതി, അതിനാലോ മറ്റോ ഉള്ള എൻ്റെ ഭയങ്ങളിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തുകയും ചെയ്യണമേ. സദാ നേരത്തെ മുസ്തഫായ നബി ഇവിടെ പ്രാർത്ഥന സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞു നോക്ക്, അല്ലാഹുമ്മ സ്തുർ ഔറാതി വആമിൻ റൗആതി, അല്ലാഹുമ്മ സ്തുർ ഔറാതി വആമിൻ റൗആതി, അല്ലാഹുമ്മ സ്തുർ ഔറാതി, അല്ലാഹുമ്മ സ്തുർ ഔറാതി വആമിൻ റൗആതി. ഹബീബായ റസൂലുള്ളാഹി സ്ഥിരമായ അല്ലാഹു എപ്പോഴും എൻ്റെ ഔറത്ത് മറവ, എൻ്റെ എന്ത് നിലക്കുള്ള ഔറത്താണെങ്കിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിത്യമായ അല്ലാഹുമ്മ സ്തുർ ഔറാതി വആമിൻ റൗആതി. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഖാല റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകുനന്ന മിനൽ ഖാസിരീൻ. ഇതിന്റെ പേരിലാണ് സയ്യിദുനാ ആദം അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് ഇങ്ങനെ പറഞ്ഞത്. ഈ പ്രാർത്ഥന ലോകത്താദ്യമായി പ്രാർത്ഥിച്ചത് സയ്യിദുനാ ആദം. ഖാല, അവർ രണ്ടാളും പറഞ്ഞു, ഔറത്ത് വെളിവായി അവർ സ്വർഗത്തിൽ നിന്ന് പുറത്താവുകയും ചെയ്യേണ്ടി വന്നു. ഉടനെ ഖാല, അവർ രണ്ടാളും പറഞ്ഞു, റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകുനന്ന മിനൽ ഖാസിരീൻ. ഇനി അഅറാഫിൽ ഞാൻ കുറച്ച് ആയത്തുകൾ ഓടി തരാം, ശ്രദ്ധിക്കുക. അഅറാഫ് 1:26-27.
അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ശ്രദ്ധിക്കണേ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അനുഭവം മുന്നിൽ പറഞ്ഞു വെക്കുന്നുണ്ട് അല്ലാഹു തആല. എന്നിട്ട് നമ്മളോട് പറയാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ ബനി ആദം ലാ യഫ്തിനന്നകുമുശ് ശൈത്വാനു കമാ ഖറജ അബവൈകും മിനൽ ജന്ന യൻസിഉ അൻഹുമാ ലിബാസഹുമാ ലിയുരിയഹുമാ സൗആതിഹിമാ ഇന്നഹു യറാകും ഹുവ വഖബീലുഹു മിൻ ഹൈതു ലാ തറൗനഹും ഇന്നാ ജഅൽനാ ശയാതീന ഔലിയാഅ ലില്ലദീന ലാ യുഅ്മിനൂൻ. സൂറത്തുൽ അറാഫിലെ 26-27 വചനങ്ങൾ. അല്ലാഹു പറയാണ്, യാ ബനി ആദം, ആദമിന്റെ മക്കളെ, ലാ യഫ്തിനന്നകുമുശ് ശൈത്വാനു, പിശാച് ഒരിക്കലും ഈ രൂപത്തിൽ നിങ്ങളെ ഉപദ്രവിക്കാതിരിക്കട്ടെ. കമാ അഖ്റജ അബവൈകും മിനൽ ജന്ന, സ്വർഗത്തിൽ നിന്ന് നിങ്ങളെ മാതാപിതാക്കളെ പുറത്താക്കാൻ അവൻ എടുത്ത കുതന്ത്രം നിങ്ങളുടെ കാര്യത്തിൽ അവൻ പ്രയോഗിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണേ. എന്താ ഈ പറഞ്ഞ വിഷയം? കമാ കമാ യാ ബനി, മൈക്കൊക്കെ എന്തോ കുഴപ്പമുണ്ടേ, ശ്രദ്ധിക്കേ. യാ ബനി ആദം ലാ യഫ്തിനന്നകുമുശ് ശൈത്വാനു കമാ ഖറജ അബവൈകും മിനൽ ജന്ന, സ്വർഗത്തിൽ നിന്ന് നിങ്ങളുടെ മാതാപിതാക്കളെ പുറത്താക്കാൻ വേണ്ടി അവൻ എടുത്ത വേല നിങ്ങളെ കാര്യത്തിൽ അവൻ പ്രയോഗിക്കുന്നത് നിങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കണം. നല്ല നിങ്ങൾ ആലോചിക്കണം. എങ്ങനെയാണ് ഇബ്ലീസ് സയ്യിദുനാ ആദം, ശ്രദ്ധിക്കുക, മഹാനായ സയ്യിദുനാ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ബഹുമാനപ്പെട്ട ഹവ്വാ റളിയല്ലാഹു അൻഹയെയും ഇബ്ലീസ് പുറത്താക്കിയത് എങ്ങനെ? അവരുടെ നാണം, അവരുടെ ഔറത്ത് പ്രത്യക്ഷമാക്കുകയാണ് ചെയ്തത്. അപ്പൊ ഈ വിഷയം വളരെ ചിന്തിക്കണം. ഇബ്ലീസ് നിങ്ങളെ ഉപദ്രവിക്കാതിരിക്കട്ടെ എന്ന് മാത്രമല്ല പറഞ്ഞത്, കമാ അഖ്റജ അബവൈകും മിനൽ ജന്ന, സ്വർഗത്തിൽ നിന്ന് നിങ്ങളുടെ മാതാപിതാക്കളെ പുറത്താക്കാൻ ഏതു വേലത്തരമാണോ അവൻ ചെയ്തത്, ആ വേലത്തരം നിങ്ങളെ കാര്യത്തിൽ ചെയ്യുന്നത് നിങ്ങൾ നല്ല പോലെ ശ്രദ്ധിക്കണം. അഥവാ നിങ്ങൾ എപ്പോഴും അവൻ നിങ്ങളെ നരകത്തിലെത്തിക്കാൻ ശ്രദ്ധിക്കുക, നിങ്ങളെ ഔറത്തിന്മേൽ കളിക്കലായിരിക്കും എന്നാണ് ഈ ആയത്തിന്റെ താല്പര്യം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ശ്രദ്ധിക്കണം. കമാ അഖ്റജ അബവൈകും മിനൽ ജന്ന യൻസിഉ അൻഹുമാ ലിബാസഹുമാ ലിയുരിയഹുമാ സൗആതിഹിമാ, എങ്ങനെങ്കിലും നിങ്ങളെ ഔറത്ത് വെളിവാക്കാൻ വേണ്ടിയാണ് അവൻ ശ്രദ്ധിക്കുക. അതായിരുന്നുവല്ലോ ബഹുമാനപ്പെട്ട സയ്യിദുനാ ആദമിന്റെയും മഹദിയായ ഹവ്വാ റളിയല്ലാഹു അൻഹയുടെയും കാര്യത്തിൽ അവൻ ചെയ്തത്. ആ പണി നിങ്ങളെ കാര്യത്തിലും അവൻ ചെയ്യുന്ന കാര്യം നിങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കണം. ഇന്നഹു യറാകും ഹുവ വഖബീലുഹു മിൻ ഹൈസു ലാ തറൗനഹു, അവൻ നിങ്ങളെ കാണുന്നുണ്ട്, നിങ്ങളെ കാര്യത്തിൽ അവൻ പണിയെടുക്കുന്നുണ്ട്. നിങ്ങൾ അവനെ കാണുന്നുമില്ല. ഇന്നാ ജഅൽനാ ശയാതീന ഔലിയാഅ ലില്ലദീന ലാ യുഅ്മിനൂൻ. പിശാച് മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രുവായി അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിരിക്കുകയാണ്. അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. മൈക്കിന്റെ കാര്യം ഒന്നും കൂടി ശ്രദ്ധിക്കുക. നോക്ക്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ ബനി ആദം ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ യുവാരി സൗആതികും വരീശാ വലിബാസു തഖ്വാ ദാലിക ഖൈർ ദാലിക മിൻ ആയാതില്ലാഹി ലഅല്ലഹും യദ്ദക്കറൂൻ. ശ്രദ്ധിക്കുക. സൂറത്ത് അറാഫിന്റെ 26-ാമത്തെ വചനം. യാ ബനി ആദം, ഏ ആദമിന്റെ മക്കളെ, ഖദ് അൻസൽനാ അലൈക്കും ലിബാസ, വസ്ത്രം നാം നിങ്ങളെ മേൽ ഇറക്കി തന്നതാകുന്നു. എന്തിനു വേണ്ടിയാണ് വസ്ത്രം ഇറക്കി തന്നത്? ശ്രദ്ധിക്കുക. വസ്ത്രത്തിൽ പ്രധാനപ്പെട്ട 2 ലക്ഷ്യങ്ങളാണുള്ളത്. യാ ബനി ആദം, ആദമിന്റെ മക്കളെ, ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ, നിങ്ങളെ മേൽ നാം വസ്ത്രത്തെ ഇറക്കി തന്നിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ് വസ്ത്രം ഇറക്കി തന്നിട്ടുള്ളത്? യുവാരി സൗആതികും, ഒന്ന് നിങ്ങളുടെ ഔറത്തിനെ മറക്കുക എന്നുള്ളത്. വരീശ, യാ ബനി ആദം ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ യുവാരി സൗആതികും വരീശ. 2 ലക്ഷ്യമാണ് പ്രധാനമായും ഉള്ളത്. അതിൽ ഒന്നാമത്തേതായുള്ളത് യുവാരി സൗആതികും, നിങ്ങളെ നാണം മറക്കലാവുന്നു.
നിങ്ങൾ ഔറത്ത് മറക്കുക എന്നുള്ളതാണ് വസ്ത്രത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. പിന്നെ വരീശൻ അലങ്കാരമായിട്ടും യാ ബനി ആദം, ആദമിന്റെ മക്കളെ, ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ, നിങ്ങൾക്കിതാ വസ്ത്രമിറക്കി തന്നിരിക്കുന്നു, യുവാരി സൗആതിക്കും, നിങ്ങളെ നാണം മറക്കാൻ വേണ്ടിയും, വരീശൻ അലങ്കാരത്തിന് വേണ്ടിയും, വലിബാസുത് തഖ്വാ ദാലിക ഖൈർ, വലിബാസുത് തഖ്വാ ദാലിക ഖൈർ, അല്ലാഹനെ പേടിക്കുന്ന വസ്ത്രമാണ് ഏറ്റവും നല്ലതായിട്ടുള്ളത്. ഇവിടെ രണ്ട് കാര്യ വസ്ത്രത്തിന്റെ ലക്ഷ്യം പറയുന്നത്. ഒന്ന് നാണം മറക്ക, രണ്ട് അലങ്കാരം. രണ്ട് കാര്യം വളരെ ശ്രദ്ധിക്കണം. രണ്ട് കാര്യമാണ് വസ്ത്രത്തിന്റെ ലക്ഷ്യം. ഇതിൽ ഒന്നാമത്തെ ലക്ഷ്യം യുവാരി സൗആതിക്കും വരീശ. ഒന്ന് യുവാരി സൗആതിക്കും, നാണം മറക്കലാകുന്നു. രണ്ട് വരീശൻ അലങ്കാരമായിട്ടും, വലിബാസുത് തഖ്വാ ദാലിക ഖൈർ, വലിബാസുത് തഖ്വാ അല്ലാഹുവിനെ പേടിക്കുന്ന വസ്ത്രമാണ്. അള്ളാനെ പേടിക്കുന്ന പേടിയുടയ വസ്ത്രമാണ് ഖൈറുൻ. അതാണ് മനുഷ്യന് ഏറ്റവും ഖൈറായിട്ടുള്ളത്. വളരെ ചിന്തിക്കുക. ഈ രണ്ട് ലക്ഷ്യവും എടുത്തു പറയുന്നുണ്ട്. വസ്ത്രത്തിന്റെ കാര്യം പറയുമ്പോൾ ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങൾ വളരെ ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. ഭംഗി അള്ളാഹുവിന് ഒരിക്കലും എതിരല്ല. ഖുൽ മൻ ഹറമ സീനത്തല്ലാഹി അല്ലതി അഖ്റജ ലിഇബാദിഹി വത്വയ്യിബാതി എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഖുൽ മൻ ഹറമ സീനത്തല്ലാഹി അല്ലതി അഖ്റജ ലിഇബാദിഹി. അല്ലാഹു തആല മനുഷ്യന് വേണ്ടി ഇറക്കിയിട്ടുള്ള ഈ മനോഹരമായ ഈ അലങ്കാരങ്ങളെ ഹറാമാക്കാൻ ഒരാൾക്കും അധികാരമില്ല. അപ്പൊ വസ്ത്രത്തിൽ അലങ്കാരിക തീർച്ചയായും ഉണ്ട്, അത് ശരിയാണ്. വസ്ത്രം കൊണ്ട് അലങ്കരിക്കുന്നതിന് ഒരിക്കലും ഇസ്ലാം എതിരല്ല, അലങ്കാരത്തിനും എതിരല്ല. എന്തുകൊണ്ട്? ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ. അല്ലാഹു ഏറ്റവും വലിയ സൗന്ദര്യം, അല്ലാഹുവിന് ഏറ്റവും വലിയ താല്പര്യമാകുന്നു. ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, ആർക്കില്ലാത്ത സൗന്ദര്യമുള്ളവനാണ് അല്ലാഹു. ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ ചോദിച്ചു, തങ്ങളോട് ചോദിച്ചു, മാ ജമാലുഹു, അല്ലാഹുവിന്റെ സൗന്ദര്യം എന്താണ്? ഹബീബായ നബി പറഞ്ഞു, അഹദുൻ സ്വമദുൻ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹു തആല പറയാണ്, വസ്ത്രത്തിൽ, വസ്ത്രമെന്നത് അലങ്കാരമാണ്. അലങ്കാരത്തിന്റെ തലത്തെ ഇസ്ലാം എതിർക്കുന്നില്ല. ഇത് പെണ്ണുങ്ങളും ആണുങ്ങളും ഇസ്ലാമിന്റെ പുറത്തുള്ളവരും ചിന്തിക്കണം. വേഷവിധാനത്തിൽ കർശനമായ ഒരു രീതി ഇസ്ലാം കൊണ്ടുവന്നപ്പോൾ അത് ഇസ്ലാം അലങ്കാരത്തിനെതിരാണ് എന്നൊരാൾ പറയണ്ട. ഖുൽ മൻ ഹറമ സീനത്തല്ലാഹി അല്ലതി അഖ്റജ ലിഇബാദിഹി. അല്ലാഹു മനുഷ്യർക്ക് ഇറക്കിയ അലങ്കാരത്തെ തടയാൻ ഒരാൾക്കും അധികാരമില്ല. അല്ലാഹു അലങ്കാരമാകുന്നു, അല്ലാഹു വലിയ സുന്ദരനാകുന്നു. ഹബീബായ നബി പറഞ്ഞത്, വലം യകുൽ ലഹു കുഫുവൻ അഹദ്, ഒരാൾക്കുമില്ലാത്ത സൗന്ദര്യമാണ് അല്ലാഹുവിനുള്ളത്. ഇത് കാണാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ടാണ് ഈ കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് ഖുൽ ഹുവല്ലാഹു അഹദിന് സൂറത്തുൽ ജമാൽ എന്ന് പേര് വന്നിട്ടുള്ളത്. അല്ലാഹുവിന്റെ സൗന്ദര്യം പറയാ സൂറത്തുൽ ജമാൽ. ഒരാൾക്കില്ലാത്ത സൗന്ദര്യമാണ് അല്ലാഹു. ഇന്നഹു അഹദുൻ സമദുൻ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. സൗന്ദര്യത്തിന് എതിരല്ല. പെണ്ണുങ്ങൾ അങ്ങനെ മനസ്സിലാക്കണ്ട, ആണുങ്ങൾ മനസ്സിലാക്കണ്ട. ഇസ്ലാം സൗന്ദര്യത്തിന് എതിരാണ് മനസ്സിലാക്കേ വേണ്ട. സൗന്ദര്യം വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. മഹാനായ സയ്യിദുനാ യൂസുഫ്, ലോകം കണ്ട മഹാസുന്ദരനാണ് സയ്യിദുനാ യൂസുഫ്. എന്നല്ല കഅന്നൽ ജമാല കുല്ലുഹു മുഹമ്മദുൻ. വർക്കം കൊണ്ട് പറയേ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. വഅജ്മല മിൻക ലം തറാ ഖത്തു ഐനി വഅഹ്സന മിൻക ലം തലിദിൻ നിസാഉ. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ കവിതയാണ്. ഹസ്സാൻ റളിയല്ലാഹുവിന്റെ കവിത റസൂലുള്ളാഹിന്റെ മുന്നിൽ വെച്ച് കവിത ചൊല്ലി. وأجمل منك لم ترى قط عيني وأحسن منك لم تلد النساء. وأجمل منك لم ترى قط عيني. നിങ്ങളെക്കാളൊരു സൗന്ദര്യമുള്ള ആളെ ഞാൻ കണ്ടിട്ടേ ഇല്ലാന്ന് മഹാനായ ഹസ്സാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ആരോട്? ഹബീബായ നബിയോട്. ഇന്ന ബൈതൻ അൻത സാകിനുഹു
ലൈസ മുഹ്താജൻ ഇലസ്സുറൂജി സ്വല്ലി റബ്ബൽ ജന്നല്ലേ പറഞ്ഞു യാ അയ്യുഹൻ നബിയു ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറ വദാഇയൻ ഇലല്ലാഹി ബിഇذനിഹി വസിറാജം മുനീറ. കത്തിജ്വലിക്കുന്ന പ്രകാശഗോളമാണ് മുഹമ്മദ് നബി. വലിയ സൗന്ദര്യമായിരുന്നു മുഹമ്മദ് നബി. അപ്പൊ ഒരിക്കലും ഇസ്ലാം സൗന്ദര്യത്തിന് എതിരേ അല്ല. അത് സൗന്ദര്യത്തിനെതിരായതുകൊണ്ട് അങ്ങനെ പറയുന്നതാണ് വിചാരിക്കരുത്. അള്ളാഹു മനുഷ്യനെ നിശ്ചയിച്ച സൗന്ദര്യം, ആ സൗന്ദര്യം അള്ളാഹുക്ക് വലിയ ഇഷ്ടമാണ്, ഹബീബ നബിക്കും ഇഷ്ടമാണ്. ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം. അൻ അബിൽ അഹ്വസ് റളിയല്ലാഹു അൻഹു ഖാല അതൈതു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബുൽ അഹ്വസ് റളിയല്ലാഹു അൻ അബീഹി, ബഹുമാനപ്പെട്ട അബുൽ അഹ്വസിന്റെ പിതാവ് അബുൽ അഹ്വസിനോട് പറഞ്ഞ ഒരു കാര്യം റളിയല്ലാഹു അൻഹുമാ. അതൈതു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഒരിക്കൽ റസൂലുള്ളാഹിന്റെ അരികിൽ ചെന്നു. ഫർആനി റസ്സസിയാബി, അപ്പൊ വസ്ത്രമൊക്കെ അവിടെ ഇവിടെയൊക്കെ പിന്നിട്ടും കേട് വന്നിട്ടും ഉള്ള രൂപത്തിലാണ് റസൂലുള്ളാഹി എന്നെ കണ്ടത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വസ്ത്രങ്ങൾ അവിടെ ഇവിടെയൊക്കെ പിന്നിട്ടുണ്ട്, പൊട്ടിയിട്ടുണ്ട്, നാശമായിട്ടുണ്ട്. ആ കോലത്തിൽ കണ്ടു. അപ്പോൾ ഫഖാല, മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അലക മാലുൻ, മുതലുണ്ടോ എന്ന് ചോദിച്ചു. നിനക്ക് മുതലുണ്ടോ എന്ന് ചോദിച്ചു. അബുൽ അഹ്വസിന്റെ പിതാവ് പറയുന്നു, അബുൽ അഹ്വസിന്റെ പിതാവ് അബുൽ അഹ്വസിനോട് പറയുന്ന കാര്യം, അതൈതു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുസ്തഫ നബിയുടെ അരികിൽ ഞാൻ ചെന്നു. അപ്പൊ എന്റെ വസ്ത്രങ്ങളൊക്കെ പറ്റിയ നാശായി പോയിരുന്നു. എന്റെ കണ്ട റസൂലുള്ളാഹി ചോദിച്ചു, അലക മാലുൻ, മുതലുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, മീൻ കുല്ലിൽ മാലി യാ റസൂലുള്ളാഹ്, എല്ലാ മുതലും എനിക്കുണ്ട്. കഅതാനി അല്ലാഹു മിനൽ ഇബ്ലി വൽ ബഖരി വൽ ഗനമി വൽ ഖൈലി വൽ റഖീഖി, എല്ലാം ഉണ്ട്. അള്ളാഹു എനിക്ക് ഒട്ടകക്കൂട്ടം തന്നിട്ടുണ്ട്, അള്ളാഹു എനിക്ക് പശുക്കൂട്ടം തന്നിട്ടുണ്ട്, വൽ ഗനമി, ആടിന്റെ കൂട്ടം തന്നിട്ടുണ്ട്, വൽ ഖൈലി, ഇഷ്ടം പോലെ ഉന്നതമായ കുതിരകളുണ്ട്, എല്ലാം തന്നിട്ടുണ്ട്, ഇഷ്ടം പോലെ മുതലുണ്ട് നബിയേ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അങ്ങനെയൊക്കെ നടക്കുകയാണെന്നുള്ള അർത്ഥത്തിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഫഖാല റസൂലുള്ളാഹി, മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശ്രദ്ധിക്കണേ 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 ശ്രദ്ധിക്കണേ, പിഞ്ഞ വസ്ത്രമൊക്കെ ഉണ്ടെങ്കിൽ പൈസ ഉള്ളവർ മാറ്റിയിട്ട് വരണം നാളെ. അതാ പറയുന്നത്, ശ്രദ്ധിക്കണം. ഹബീബായ നബി പറഞ്ഞു, ഇദാ താഖല്ലാഹു മാലൻ ഫൽയുറ അസറു നിഅമതിഹി അലാ അബ്ദിഹി. ഇന്നല്ലാഹ ഇദാ അതാഖല്ലാഹു മാലൻ യുഹിബ്ബു അൻ യറാ അസറ നിഅമതിഹി അലാ അബ്ദിഹി. അള്ളാഹു ഒരാൾക്കൊരു മുതൽ കൊടുത്താൽ അതിന്റെ അടയാളം അയാളെ തടിയിൽ കാണൽ അള്ളാഹു തആലാക്ക് വലിയ താല്പര്യമാണ്. മുതലുണ്ടെങ്കിൽ നല്ലൊരു വസ്ത്രം, ഒരു 6 മാസത്തിലെങ്കിലും അല്ലെങ്കിൽ കൊല്ലത്തിലെങ്കിലും വസ്ത്രമൊക്കെ ഒന്ന് മാറ്റി പുതിയ വസ്ത്രം, ഒരു 4-5 കൂട്ടം വസ്ത്രം, കഴിവുള്ള ആളുകൾ കഴിവിനനുസരിച്ച് ഇനിയുള്ള തന്നെ വളരെ വൃത്തി കൊണ്ട് നടക്കുക. അള്ളാഹ്ക്ക് സൗന്ദര്യം വലിയ താല്പര്യ. ഇന്നല്ലാഹ ഇദാ ഇദാ അഅതാ, അല്ലാഹു തആല ഒരു അബ്ദിനെ, അല്ലാഹു തആല ഒരു അബ്ദി, ഇദാ അതാഖല്ലാഹു മാലൻ യുഹിബ്ബു അൻ യറാ അസറ നിഅമതിഹി അലാ അബ്ദിഹി. നസായി ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു മുസ്നദിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശ്രദ്ധിക്കണം. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ അതിന്റെ ക്രമവൃദ്ധമായ രീതി വളരെ പ്രധാനപ്പെട്ടതാകുന്നു. അതുകൊണ്ടാണ് പുരുഷന്റെ ബഹുഭാര്യത്വം അംഗീകരിച്ചപ്പോഴും സ്ത്രീക്ക് ബഹുഭർത്തൃത്വം അംഗീകരിച്ചില്ല, ഒരിക്കലും അംഗീകരിച്ചില്ല. എന്തുകൊണ്ട് പെണ്ണ് എന്ന് പറയുന്നത് ആണിന്റെ നുത്ഫത്തിനെ സ്വീകരിച്ച് ഗർഭപാത്രത്തിൽ കുഞ്ഞിനെ ജന്മം നൽകാൻ കാരണക്കാരിയാണ്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ചോദിച്ചു, ആണിന് ബഹുഭാര്യത്വം പറ്റുമെങ്കിൽ എന്തുകൊണ്ട് പെണ്ണിന് ബഹുഭർത്തൃത്വം പറ്റിക്കൂടാ? അപ്പോൾ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ കുറച്ച് ഒട്ടകപ്പാലും കുറച്ച് കഴുതപ്പാലും കുറച്ച് ആട്ടിൻപാലും പശുങ്കാലും കൂടി കൊണ്ടുപോവാ എന്ന് പറഞ്ഞു. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, ഓരോന്നങ്ങനെ ഒഴിക്കാൻ, ആട്ടുംപാൽ ഒഴിക്കാൻ ഒഴിച്ചു. പിന്നെ പറഞ്ഞു, നീ ഒട്ടകപ്പാൽ ഒഴിക്കാൻ ഒഴിച്ചു. പിന്നെ കൈതപ്പാൽ ഒഴിക്കുക എന്ന് പറഞ്ഞു, പശുമ്പാൽ ഒഴിക്കണം, ഒക്കെ ഒഴിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്നാൽ ഇനി ആട്ടുംപാൽ അതിൽ നിന്ന് ഇങ്ങോട്ട് എടുക്കാൻ. മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്? ആ ഒഴിച്ച കൂട്ടത്തിന് ആട്ടുംപാൽ എടുക്കാൻ പറഞ്ഞു മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. എങ്ങനെ കഴിയും? ഒഴിച്ച പാത്രത്തിൽ നിന്ന് ഒരിക്കലും ആട്ടുംപാൽ എടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് പെണ്ണെന്ന് പറയുന്നത് ആണിൽ നിന്ന് ബീജത്തെ സ്വീകരിക്കുകയും എന്നിട്ട് ഗർഭപാത്രത്തിൽ കുഞ്ഞിന്റെ നിർമ്മാണത്തിന് വേദിയാവുകയും ചെയ്യേണ്ടവളാണ്.
ആ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഇവളുടെ ഉദരത്തിൽ വളർന്ന കുഞ്ഞ് ഏത് മായിൽ നിന്ന് ഉണ്ടായതാണെന്ന് തീരുമാനിക്കാൻ ബഹുഭർത്തൃത്വത്തിലൂടെ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ജീവിതം വളരെ വളരെ ക്രമപ്പെട്ട ഒരു രീതിയിലായിരിക്കും. അതിനെതിരായ ഏതു കാര്യവും ഇസ്ലാം എതിർക്കും. വസ്ത്രത്തിൽ വേഷവിധാനം പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തിനാ ഇത്ര വലിയ കണിശം പുലർത്തിയത്? ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ശിർക്ക് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ തിന്മ വ്യഭിചാരമാണ്. നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. മാമിൻ ദംബിൻ അഅലമു ബഅദ ശിർകി മിൻ നുത്ഫത്തിൻ വളഅഹാ റജുലുൻ ഫീ റഹ്മിൻ ലാ യഹില്ലു ലഹു. ഏറ്റവും വലിയ തിന്മ അതാണ്. ശിർക്ക് കഴിഞ്ഞാൽ ഏറ്റവും വലിയ തിന്മ അതാണ്. മാമിൻ ദംബിൻ അഅലമു ബഅദ ശിർക്ക്. ശിർക്ക് കഴിഞ്ഞാൽ ഒരു തിന്മയുമില്ല. ഏത് തിന്മയേക്കാൾ? മിൻ നുത്ഫത്തിൻ വളഅഹാ റജുലുൻ ഫീ റഹ്മിൻ ലാ യഹില്ലു ലഹു. തനിക്ക് അനുവദനീയമല്ലാത്ത ഒരു ഗർഭപാത്രത്തിലേക്ക് ഒരു പുരുഷന്റെ ബീജം നിക്ഷേപിക്കലിനേക്കാൾ വലിയ തിന്മ വേറെ ഇല്ല. മാമിൻ ദംബിൻ അഅലമു ബഅദ ശിർക്ക് എന്നാണ് ഹബീബായ നബി. ശിർക്കിനേക്കാൾ വലിയ ശിർക്ക് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു തിന്മ അബൂ ദാവൂദ് ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്റെ വകയല്ല. അത്രയും ഗൗരവമാണ് വ്യഭിചാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് വ്യഭിചാരം വരുന്ന എല്ലാ വഴികളും എന്തുകൊണ്ട് ഈ വിഷയത്തിൽ ഇസ്ലാം കർശന നിലപാടെടുത്തു? ചിന്തിക്കണം. വ്യഭിചാരം വരുന്ന എല്ലാ വഴികളും ഇസ്ലാം എതിർത്ത് കളഞ്ഞു. ചിന്തിക്കണം. വലാ തഖറബുസ് സിന. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ തഖറബുസ് സിന. ശ്രദ്ധിക്കണേ. ഈ ആയത്ത് ശ്രദ്ധിക്കണം. സിനയിൽ മാത്രമാണ് ഇങ്ങനെ പറഞ്ഞത്. ശ്രദ്ധിക്കണേ, വളരെ ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിക്കണേ. ഞാൻ ഈ പറയുന്ന ആയത്തിന്റെ അർത്ഥം ശ്രദ്ധിക്കണേ. ഖുർആനിൽ ഈ ശൈലിയിൽ ഹറാം വന്ന ഒരേ ഒരു നിയമം വ്യഭിചാരം മാത്രമാണ്. കള്ളിലേക്ക് നിങ്ങൾ അടുക്കരുത് എന്നൊരായത്ത് ഇല്ല. എന്തുകൊണ്ട്? കള്ളിന്റെ അസ്ബാബുകൾ അങ്ങനെയാണല്ലോ. അടുക്കരുത് എന്ന് പറഞ്ഞാൽ അതും ചെയ്യരുത്, അത് വരാനുള്ള മാധ്യമങ്ങളും ചെയ്യരുത്. കള്ളിന്റെ മാധ്യമങ്ങൾ മനുഷ്യന് പറ്റുമല്ലോ. ഉദാഹരണം പറയാ, കള്ളുണ്ടാക്കുന്നത് മുന്തിരിയിൽ നിന്നായിരുന്നു. മുന്തിരി മനുഷ്യന് കഴിക്കാലോ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾ കളവിലേക്ക് അടുക്കരുത് നായത്തില്ല. നിങ്ങൾ കള്ളിലേക്ക് അടുക്കരുത് നായത്തില്ല. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്വാൻ. കള്ള് എന്ന് പറയുന്നത് ഇന്നമൽ കള്ള് അല്ലാഹു ഹറാമാക്കിയിട്ടുണ്ട്. കള്ള് കുടിക്കരുത്. കള്ളിലേക്ക് അടുക്കരുത് എന്നല്ല പറഞ്ഞത്. അടുക്കരുത് എന്ന് പറഞ്ഞാൽ അതും ചെയ്യരുത്. അതിന് മാധ്യമമാകുന്ന കാര്യങ്ങളെയും ചെയ്യരുത്. കള്ളിന്റെ മാധ്യമമാണ് മുന്തിരി മനുഷ്യന് ഇഷ്ടം പോലെ കഴിക്കാവുന്നതാണ്. ശ്രദ്ധിക്കണം. അതുപോലത്തെ വസ്തുക്കൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണ്. ഖുർആനിൽ ഒരേ ഒരു വിഷയം, ഇങ്ങനെ പറഞ്ഞ ഒരേ ഒരു വിഷയം ഇത് മാത്രമാണ്. വലാ തഖറബുസ് സിന ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീല. വ്യഭിചാരം വരുന്ന വഴി മോശാണ്, പോകുന്ന വഴി മോശാണ് എന്ന് പറഞ്ഞു. ഇന്നഹു വലാ തഖറബുസ് സിന. വ്യഭിചരിക്കരുത്, വ്യഭിചാരത്തിലേക്ക് അടുക്കരുത്. അതായത് വ്യഭിചാരം വരുന്ന വഴികളേതോ ആ വഴികൾ മുഴുവനും തടയണമെന്ന് ഖുർആൻ പറഞ്ഞിരിക്കുന്നു. വ്യഭിചാരം വരുന്ന വഴി മോശമാണ്. അതെന്താന്ന് നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ കാണാം. വ്യഭിചാരം പോകുന്ന വഴിയാകട്ടെ ഔലാദുസ്സിനയാണ്. നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഔലാദുസ്സിനന്റെ അവസ്ഥ എന്താ? അൻ മൈമൂനത സൗജിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാലത് സമിഅതു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു. ഹബീബായ റസൂൽ പറയാണ്, ലാ തസാലു ഉമ്മതി ബിഖൈരിൻ മാ ലം യഫ്ശ ഫീഹിം വലദുസ്സിനാ. വ്യഭിചാരത്തിന്റെ മക്കൾ പെരുക്കണവരെ എന്റെ ഉമ്മത്തിൽ ഖൈറുണ്ടാവും. ഫൈദാ ഫശാ ഫീഹിം വലദുസ്സിനാ. വ്യഭിചാരത്തിന്റെ മക്കൾ എന്റെ ഉമ്മത്തിൽ പരസ്യമായി പോയാലോ ഫയൂശികു അൻ യഉമ്മഹുമുല്ലാഹു ബിഇഖാബ്. അല്ലാഹു ഒന്നടങ്കം അവരെ ശിക്ഷിക്കുമെന്ന് മുഹമ്മദ് നബി. ഇത് ശ്രദ്ധിക്കണം. നിങ്ങൾ ആലോചിക്കുക,
മുസ്ലിം ഉമ്മത്തിനെ അല്ലാഹു തആല വല്ലാതെ സൂക്ഷിക്കും. 5 കൊല്ലത്തിനിടയിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രകൃതിക്ഷോഭമുണ്ടായ രാജ്യം ഏതാ? അങ്ങനെണ്ടാ? 5 ഞാൻ ചുരുക്കുക. 5 കൊല്ലത്തിനിടയിൽ 5 കൊല്ലം. നമ്മൾ ഇന്നത്തെ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ ഇത്രയേറെ വികസിച്ചതിന് ശേഷം നമ്മൾ കൂടുതൽ അറിഞ്ഞ വിഷയമാണ് പറയുന്നത്. 5 കൊല്ലത്തിനിടയിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രകൃതിക്ഷോഭം ഉണ്ടായ രാജ്യം ഇന്തോനേഷ്യയോ? ലോകത്തെ ഏറ്റവും കൂടുതൽ പബ്ലിക്കുള്ള മുസ്ലിം പബ്ലിക്കുള്ള രാജ്യം മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? എന്ത് ولو أن أهل القرى آمنوا واتقوا لفتحنا عليهم بركات من السماء. ഒരു ഗ്രാമവാസികൾ, ഒരു നാട്ടുകാർ അള്ളാനെ പേടിച്ച് ജീവിക്കുകയാണെങ്കിൽ ഒരിക്കലും അവരെ ശിക്ഷിക്കുകയില്ല. ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാ. ആകാശത്തിന്റെ വാതിലുകൾ അവർക്ക് ബറക്കത്ത് കൊണ്ട് തുറന്നു കൊടുക്കുമെന്ന് മുഹമ്മദ് എന്ന് വിശുദ്ധ ഖുർആൻ. നിങ്ങൾ ചിന്തിക്കുക, പാഠല്ലേ? 5 കൊല്ലത്തിനിടയിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായ രാജ്യം, ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിം പബ്ലിക്കുള്ള, സുനാമി കൊണ്ട് ഏറ്റവും വലിയ അപകടം ഉണ്ടായാലും അവർക്കാണ്. പിന്നെ സുനാമി ഉണ്ടായാലും അവർക്ക് തന്നെ, മറ്റു ക്ഷോഭങ്ങൾ ഉണ്ടായാലും അവർക്ക് തന്നെ. തല കാത്തിരക്ഷിക്കട്ടെ. ഇതിൽ പാഠമില്ലാന്ന് തോന്നുന്നുണ്ടാ? ഇതിൽ മുസ്ലിമീങ്ങൾക്ക് പാടല്ലേ? കാരണം വലോ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാ. നാടിനെ പറ്റി എന്നല്ലേ പറഞ്ഞത്? വലോ അന്ന അഹ്ലൽ ഖുറാ, ഒരു നാട്ടുകാർ ആമനോ അല്ലാഹുവിൽ വിശ്വസിക്കുകയും വത്തഖൗ പടച്ചോനെ പേടിച്ച് ജീവിക്കുകയും ചെയ്താൽ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാ, ബറക്കത്തിന്റെ കവാടങ്ങൾ ആകാശത്ത് നിന്ന് ഞാൻ അവർക്ക് തുറന്നു കൊടുക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. അപ്പൊ ആർക്കാ പിഴച്ചത്? അല്ലാഹ്ക്കല്ല. നഊദുബില്ലാ, പിഴച്ചത് മനുഷ്യനാണ്. ചിന്തിക്കണം. അഥവാ അല്ലാഹ് ഇതായി പറയുന്നത് നിങ്ങൾ ചിന്തിക്കണം. വഇദാ ഫശാ ഫീഹിം വലദുസ്സിന, വ്യഭിചാരം വരുന്ന വഴി മുഴുവനും ഖുർആൻ അടച്ചു. അത് വരുന്ന വഴിയൊക്കെ അടച്ചു. വ്യഭിചാരമെങ്ങാനും വന്നു പോയാൽ, വ്യഭിചാര മക്കൾ സമൂഹത്തിൽ വളർന്നു പോയാൽ, ഔശകല്ലാഹു അയ്യഉമ്മഹും ബിഇഖാബിൻ മിൻഹു. ഈ ഹദീസിന്റെ രസം എന്താണെന്നറിയോ? ഔശകല്ലാഹു അയ്യഉമ്മഹും എന്നാ പറഞ്ഞത്. അതായത് അത് ചെയ്തവരെയും ചെയ്യാത്തവരെയും അയ്യഉമ്മഹും അല്ലാഹു അവരിൽ എല്ലാവരിലും വ്യാപിപ്പിക്കും, ചെയ്തവരിലും ചെയ്യാത്തവരിലും. വ്യഭിചാര മക്കൾ വളർന്നാൽ നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. വളരെ നമ്മൾ ചിന്തിക്കണം. വ്യഭിചാരത്തിന്റെ വാതിലടക്കണം. അതാണ് എല്ലാവരും ചിന്തിക്കണം. വ്യഭിചാരത്തിന്റെ വാതിൽ അടച്ചേ മതിയാവും. അതുകൊണ്ടാണ് കർശനമാക്കി പറയുന്നത്, പെണ്ണുങ്ങളൊന്നും വിചാരിക്കരുത്. ഈ വിഷയങ്ങൾ ഞാൻ ആ വിഷയത്തിലേക്ക് ചില കർശനമായ വിഷയങ്ങൾ പറയും. വിചാരത്തിന്റെ വാതിലടക്കാൻ വേണ്ടിയാണ്. വലാ തഖറബുസ്സിനാ ഇന്നഹു കാന ഫാഹിഷ വസാഅ സബീല. അതിന്റെ വഴിയെ അടച്ചു പോകണം എന്നാ പറഞ്ഞു. എന്തുകൊണ്ട്? അത് ഈമാൻ നഷ്ടപ്പെടുത്തുന്ന കാര്യം. സ്വഹീഹുൽ ബുഖാരി, ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിനുൻ. വ്യഭിചരിക്കുന്നവന് വ്യഭിചരിക്കുന്ന നേരത്ത് ഈമാൻ ഇല്ലെങ്കിൽ പിന്നെ അവിടെ ഉണ്ടാവുക കുഫ്റാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഉറക്കെ പറയാ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഇത്ര ഗൗരവമാക്കി പറയാനുള്ള കാരണം അതാണ്. അത് വളരെ വിഷയമാണ്, അത് ഗൗരവമുള്ള വിഷയമാകുന്നു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാക്കിമി ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി, മുസ്തഫ നബി പറഞ്ഞു, മൻ സനാ, ഒരാൾ വ്യഭിചരിക്കുകയാണെങ്കിൽ എങ്കിൽ നസഅല്ലാഹു ഈമാനഹു കമാ യഖ്ലഉൽ ഇൻസാനു ഖമീസഹു മിൻ റഅസിഹി. ആരെങ്കിലും വ്യഭിചരിക്കുകയാണെങ്കിൽ നസഅല്ലാഹു ഈമാനഹു, അല്ലാഹു അവന്റെ ഈമാൻ ഊരിക്കൊണ്ടു. കമാ യഖ്ലഉൽ ഇൻസാനു ഖമീസഹു മിൻ റഅസിഹി. ഒരാൾ തന്റെ തലയിലൂടെ കുപ്പായം അയാളെ ഖമീസ് ഊരി എറിയുന്നത് പോലെ അയാളെ തലയിലൂടെ അല്ലാഹു ഈമാൻ ഊരി എറിയുമെന്ന് മുഹമ്മദ് നബി. ഇത് ഹാക്കിം ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശ്രദ്ധിക്കണം.
ഒരു ഹദീസും കൂടി പറയാ, ശ്രദ്ധിക്കുക. അത് മുസ്ലിം രേഖപ്പെടുത്തിയിട്ടുണ്ട്, ശ്രദ്ധിക്കുക. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ശ്രദ്ധിക്കണം കേട്ടോ, ശ്രദ്ധിക്കണേ. 2 ശുദ്ധിയാണ് മനുഷ്യലോകത്തെ നിലനിർത്തുന്നത്. ഒന്ന് സാമ്പത്തിക ശുദ്ധി, ഒന്ന് ലൈംഗിക ശുദ്ധി. ഇദാ ലഹറ ഫീ ഖൗമിൻ സിനാ വൽറിബ, ഒരു ജനതയിൽ വ്യഭിചാരവും പലിശയും വ്യാപകമായാൽ അഹല്ലല്ലാഹു ബിഅൻഫുസിഹിം അദാബഹു, എപ്പോഴും അല്ലാഹു അവരുടെ ശിക്ഷ അവരുടെ മേൽ ഇറക്കും എന്നാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കാമീൻ പറയും, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഇതൊക്കെ വളരെ വലിയ പ്രശ്നമാണ്, ഇത് വലിയ വിഷയമാണ്, അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ടാണ് ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു, ഇമാം ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു പറയുന്നത് യവലാ തഖറബുസ്സിന എന്ന ആയത്ത് അല്ലാഹു പറയാനുള്ള കാരണം നാഹിയൻ അൻ ഇബാദിഹി, അല്ലാഹുവിന്റെ അടിമകളെ അല്ലാഹു വിരോധിക്കുകയാണ്. അൻഹു വ്യഭിചാരത്തെ തൊട്ടും വഅൻ മുഖാറബതിഹി, വ്യഭിചാരത്തോട് അടുക്കലിനെ തൊട്ടും. നാഹിയൻ അൻ ഇബാദി, അല്ലാഹു തന്റെ അടിമകളെ വിരോധിക്കുകയാണ്. അൻഹു വ്യഭിചാരത്തെ തൊട്ടും വഅൻ മുഖാറബതിഹി, വ്യഭിചാരത്തോട് അടുക്കലിനെ തൊട്ടും മുഖാലതതി അസ്ബാബിഹി, വ്യഭിചാരത്തിന്റെ കാരണങ്ങളോട് എങ്ങനെയെങ്കിലും സംഗമിക്കലിനെ തൊട്ടും. ഇത്തരം കാര്യങ്ങളെ തൊട്ടൊക്കെ അല്ലാഹു കർശനമായി വിരോധിക്കാണ്, കർശനമായി എതിർക്കുകയാണ്. ഏതെങ്കിലും നിലവാരത്തിൽ വ്യഭിചാരം സമൂഹത്തിൽ കടന്നു വരാനേ പാടില്ല. ഇത് കർശനമാക്കി പറയാം. അതാണ് വലാ തഖറബുസ്സിന ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീലാ, വ്യഭിചാരം വരുന്ന എല്ലാ വഴിയും അല്ലാഹു അടക്കുകയാണ്. ഒരു കാരണവശാലും വ്യഭിചാരം വരാൻ പാടില്ല. അതുകൊണ്ട് വ്യഭിചരിച്ചവനെ വളരെ കർശനമാണല്ലോ ദീനിന്റെ ശിക്ഷ. വ്യഭിചരിച്ച മനുഷ്യൻ വളരെ ഗൗരവമുള്ള വിഷയമല്ലേ ദീനിൽ ഈ വിഷയത്തിൽ ശിക്ഷ. അയാൾ ഈമാനെ പ്രദർശിപ്പിച്ചാൽ പോലും അയാളെ എറിഞ്ഞു കൊല്ലണമെന്നല്ലേ ശറഅ് പറഞ്ഞിട്ടുള്ളത്. അത്രയും ഗൗരവമുള്ള വിഷയം. അതുകൊണ്ട് അതിന്റെ വാതിലൊക്കെ അടക്കണം. നിങ്ങൾക്കറിഞ്ഞുകൂടെ മഹാനായ മാഇസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അഭിചാരിതമായി പെട്ടെന്നൊരു പ്രത്യേക സാഹചര്യം വ്യഭിചരിച്ചു പോയി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടെ വന്നിട്ട് പറഞ്ഞു, നബിയെ സനൈതു ഫർജിംനി യാ റസൂലല്ലാഹ്, ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട്, എന്നെ എറിഞ്ഞു കൊല്ലണം എന്ന് മഹാനായ മാഇസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ആദ്യം റസൂലുള്ളാഹി ഉറപ്പുണ്ടില്ല. മാഇസ് അബിക ജുനൂൻ, മാഇസ് നിനക്ക് ഭ്രാന്തുണ്ടോന്ന് റസൂലുള്ളാഹി ചോദിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇല്ല യാ റസൂലല്ലാഹ്, സനൈതു വ്യഭിചരിച്ചവരാണ്, എന്നെ എറിഞ്ഞു കൊല്ലണം എന്ന് പറഞ്ഞു. അപ്പോൾ ഫഖാമ റജുലുൻ മിനൽ മജ്ലിസി, അവിടെ ഇരിക്കുന്ന ഒരാൾ എണീറ്റു. എന്നിട്ട് ഫതഖറബ ഇലാ മാഇസിൻ, മാഇസിന്റെ അരികിലേക്ക് ചെല്ലുകയും ഫശമ്മ ഫമ മാഇസിൻ, മാഇസിന്റെ വായെ വാസനിച്ചു നോക്കുകയും ചെയ്തു. ഹൽ ഹുവ ശാരിബുൽ ഖംരി, കള്ളു കുടിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ, ഇത് കള്ളു കുടിച്ച് വർത്താനം പറയാൻ നേരത്തെ അറിയാം. ഒന്ന് ചെന്ന് നോക്കി, മാ ശരിബൽ ഖംറ, കള്ളൊന്നും കുടിച്ചിട്ടില്ല. സംഗതി തെറ്റാൻ ബോധ്യപ്പെട്ടു. റസൂലുള്ളാഹിന്റെ മുന്നിൽ പറഞ്ഞു, ഞാൻ തെറ്റിയത് തമ്മാടിത്തരം ചെയ്ത് വരികയാണ്. ശരി, സമ്മതിച്ച ആളല്ലേ എന്ന് കരുതി ഒഴിവാക്കി വിട്ടില്ല. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅമറ ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനെ എറിഞ്ഞു കൊല്ലാൻ വേണ്ടി കൽപ്പന കൊടുത്തു. ഫറജമൂഹു, എറിഞ്ഞു കൊന്നു മാഇസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനെ. സമ്മതിച്ച ആളാണെന്ന് മുഅ്മിനായ മനുഷ്യൻ, വളരെ മുഅ്മിനായ മനുഷ്യൻ. എത്രത്തോളം അറിഞ്ഞോ, എറിഞ്ഞ കൂട്ടത്തിൽ ഒരാൾ യാ ഖബീർ, വൃത്തികെട്ടവനെ എന്ന് വിളിച്ചുപോയി ബഹുമാനപ്പെട്ട മാഇസ് റളിയല്ലാഹു അൻഹുവിനെ. അപ്പോൾ ഹബീബായ നബി പറഞ്ഞു, ലൗ ഇന്ന മാഇസൻ താബ തൗബതൻ ലൗ ഉൻസിലത് അലാ അഹ്ലിൽ മദീന ലവസഅതു, മാഇസ് ചെയ്ത തൗബ നിങ്ങൾക്കറിയുമോ? ആ തൗബ മദീനക്കാർക്ക് ലഭിച്ചാൽ മദീനക്കാർക്ക് മുഴുവനും ആ തൗബ മതിയാകുമെന്ന് ഹബീബായ നബി. അത്രയും വലിയ തൗബ ചെയ്തു മഹാനായ മാഇസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. എന്നിട്ടും എന്ത് ചെയ്തു? ഇത്ര നല്ല മനുഷ്യനായിട്ടും വ്യഭിചാരത്തിന്റെ പേരിൽ അല്ലാഹുവിന്റെ റസൂൽ എറിഞ്ഞു. ഇത്ര കർശനാണ് ഈ വിഷയം. അതുകൊണ്ട് അത് വരുന്ന എല്ലാ വഴികളും കർശനമാണ്. ഞാൻ ഇനി ആയത്തോടാണ്, വളരെ ശ്രദ്ധിക്കണം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقل للمؤمنات يغضضن من أبصارهن
ويحفظن فروجهن ولا يبدين زينتهن إلا ما ظهر منها وليضربن بخمرهن على جيوبهن ولا يبدين زينتهن إلا لبعولتهن أو آبائهن أو آباء بعولتهن أو أبنائهن أو أبناء بعولتهن أو إخوانهن أو بني إخوانهن أو بني أخواتهن أو نسائهن أو ما ملكت أيمانهن أو التابعين غير أولي الإربة من الرجال أو الطفل الذين لم يظهروا على عورات النساء ولا يضربن بأرجلهن ليعلم ما يخفين من زينتهن وتوبوا إلى الله جميعا أيها المؤمنون لعلكم تفلحون. ഹിജാബിന്റെ കാര്യത്തിൽ വളരെ കർശനമായതും പ്രധാന അഭിപ്രായ പ്രകാരം അവസാനം ഇറങ്ങിയതുമായ ആയത്താകുന്നു ഇത്.